അപ്പോൾ സാന്ത്വനം ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നലെ പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല അമ്മമാരും കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടികളോടുള്ള സ്നേഹപ്രകടനം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന കാശ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടു, ഒരു 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടിയാണ്, പെൺകൊച്ചാണ്. അപ്പോൾ അതിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാനും കളറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് അവരെടുത്ത് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്. അപ്പോഴത്തേക്കും അവർ പറയുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും രമ്യ, ഇങ്ങനെ ഭയങ്കര നിർബന്ധമാണ്, ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരികയാണെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര പിണക്കം കുറേ ദിവസമായിട്ട്. അങ്ങനെ ഞാൻ നിവർത്തിയില്ലാതെ കൊടുത്തുപോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, അപ്പോൾ അവരുടെ ഒരു വിഷമം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യണം ഈ സിറ്റുവേഷൻ, ഈ കുട്ടി ചോദിക്കുന്നത് കൊടുക്കണോ അല്ലെങ്കിൽ വേണ്ടേ, നമ്മൾ എന്താ ഇപ്പം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, കൊച്ചു നിർബന്ധമാണ്, പിടിവാശിയാണ്, ആഹാരം കഴിക്കുന്നില്ല, അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഈ ഒരു ഏജ്, ഒരു പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അറിയാം. കാരണം വല്ലാത്തൊരു വിഷമസന്ധിയാണ്. നമ്മൾ എത്ര നമുക്ക് തിരിച്ചറിവും പക്വതയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും ചില സിറ്റുവേഷനിൽ നമ്മളങ്ങ് അകപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യണോ അതോ വഴക്ക് ഉണ്ടാക്കണോ, നമ്മൾ കൊടുക്കണ്ടേ, എന്താണ്? അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പല മുതിർന്ന ആൾക്കാർ, ഈ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ പറയും, എന്താ നമ്മളൊക്കെ ഇത്രയും മക്കളെ വളർത്തി, 10 പേരെ 16 പേരെയൊക്കെ വളർത്തി, നിങ്ങൾക്ക് ഒരു കുട്ടിയോ 2 കൊച്ചുങ്ങളെയൊക്കെ നോക്കാനാണോ ഈ പാടെന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ എക്സ്ട്രീം സ്ട്രഗിളാണ്. കാരണം ആ സാഹചര്യമേ അല്ല. ഇപ്പോഴത്തെ ഒരു ലോകം എന്ന് പറയുന്നത് എല്ലാവരുടെ കാൽക്കീഴിൽ വരുന്ന ഒരു അവസ്ഥയാണല്ലേ. ഇപ്പം എന്തുണ്ടെങ്കിലും നമുക്ക് നെറ്റിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം, പിറ്റേ ദിവസം വീട്ടിലെത്തും, കടകളിൽ പോലും പോകണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. ഒരു മെറ്റീരിയൽ വാങ്ങണമെങ്കിലോ, എന്തെങ്കിലും ഒരു തുണിത്തരം എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള എന്താവട്ടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കടയിൽ പോലും പോകേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ കൈത്തുമ്പിൽ ഫോണിലുണ്ട് അല്ലേ. ഫോണിൽ കുട്ടികൾ കാണുന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമുക്ക് ഭയമാണ്. കുട്ടികൾ എന്തൊക്കെയാണ് കാരണം എല്ലാ കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ഒരു ലൈഫിനെ കുറിച്ചൊരു മിസ്കോൺസെപ്റ്റാണ് കുട്ടികൾക്ക് കിട്ടുന്നത്, തെറ്റിദ്ധാരണ പല കാര്യങ്ങളിലും. എന്ന് വെച്ചാൽ ആ ഒരു മെച്യൂരിറ്റി എത്തുന്നതിന് മുന്നേ അവരുടെ കയ്യിൽ കിട്ടുന്ന വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ നോക്കിയാൽ നമ്മൾ പകച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ തമ്മിലുള്ള സംസാരം, അതൊക്കെ തന്നെ നമുക്ക് നമ്മളൊക്കെ പണ്ട് കാലത്ത് ടീച്ചേഴ്സ് ഇരിക്കുന്ന റൂമിൽ പോകാറില്ല. അവരുടെ അടുത്ത് അത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് പേടിയാണ്. അവരെന്തായിരിക്കും കരുതുന്നത്, നമുക്കൊരു ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ, ഞാനിപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് അറിയാം, അവർ ഹായ് ബൈ റിലേഷനാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അവരിങ്ങോട്ട് വന്ന് ചോദിക്കും, മാം ഒരു ഫോട്ടോ എടുക്കാൻ, ഒരു സെൽഫി കൂടെ വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയുവാണ് അവർ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിൽ ഒരു ഇൻഹിബിഷൻ കുട്ടികൾക്കില്ല. എല്ലാം നമുക്ക് ചെയ്യാം, എല്ലാം നമുക്ക് നോക്കാം എന്നൊരു സ്വാതന്ത്ര്യമാണ്. ഇതിനൊക്കെ കാരണം പാരൻസ് വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. കുട്ടികളെ ലാളിച്ച് അകപ്പടെ 1-2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് അവരെ ഒരു സ്റ്റേജ് വരെ, ടീനേജ് വരെ അവരെ അമിത വാത്സല്യത്തിൽ കൊണ്ടുവന്നിട്ട് ടീനേജിന് ശേഷം ഇവർ കാണിക്കുന്ന പല പ്രക്രിയകളും കാണുമ്പോൾ പാരൻസ് അങ്ങ് അസ്വസ്ഥരായി പോവാണ്. ഇനി ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചാൽ, അവിടെ വെച്ച് കുട്ടികൾ അങ്ങ് വല്ലാത്തൊരു സ്റ്റേജിൽ ഒരു റിബലായിട്ട് മാറുന്നു. കാരണം ഇതുവരെയും എനിക്ക് കിട്ടിയിരുന്ന എല്ലാം, അത് പൈസ ആവട്ടെ, എന്ത് സാധനങ്ങൾ ആണെങ്കിലും പൈസയൊക്കെ അമിതമായിട്ട് ചിലവാക്കുന്ന ചില പാരൻസിനെ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് കഴിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കഴിവുണ്ടാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻകറേജ് ചെയ്യുന്നത് കുഞ്ഞിലേ മുതൽ ഇതിനെ നമ്മൾ നിർത്തണം. എന്ന് വെച്ചാൽ, നിങ്ങളൊരു LKG UKG എന്ന് വെച്ചാൽ ഒരു 5 വയസ്സ് പ്രായം വരെയൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് ഒന്നിനും അത് വളരെ നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് തന്നെയാണ് ആ സമയത്തൊക്കെ നോക്കേണ്ടതല്ലേ. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു 6 വയസ്സിന് ശേഷമൊക്കെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ തന്നെ നമ്മൾ അതിന് നോ പറയുക തന്നെ വേണം. നിങ്ങൾ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് അത്യാവശ്യം, എന്താണ് ആവശ്യം, ഏതാണ് അനാവശ്യം എന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു അനാവശ്യമാണ്, ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നടക്കത്തില്ല, അതിപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അത് പിന്നെ എൻ്റെ കയ്യിൽ നോക്കണ്ട, ഞാനിനി അതിന് വേണ്ടി നിനക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച് പറയണം. നമ്മളൊരു ടീനേജ് വരെ ചോദിക്കുന്ന പൈസ എടുത്ത് കൊടുത്ത് ഇങ്ങനെയാണ് അമ്മമാർ സ്നേഹം കാണിക്കുന്നത്. പൈസ ചോദിക്കുമ്പോൾ എങ്ങനെ കടം വാങ്ങിയെങ്കിലും അവരങ്ങ് കൊടുത്ത് മക്കളുടെ അടുത്തുള്ള അങ്ങനെയല്ല മക്കളോട് സ്നേഹം കാണിക്കേണ്ടത്. സത്യത്തിൽ അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, മാനസിക വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതല്ലാതെ അനാവശ്യമായിട്ടുള്ള അവരുടെ പിടിവാശിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ടീനേജ് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും, നിങ്ങളെ ചോദിച്ച കാര്യം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ കൊന്നുകളയും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയായിട്ട് തന്നെ വരും. ഇപ്പോൾ കണ്ടില്ല, അച്ഛനെ കൊല്ലുന്ന മക്കൾ,
അല്ലെങ്കിൽ അമ്മമാർ മക്കളെ എടുത്ത് കളയുന്നു, അങ്ങനെയുള്ള ഒരു ലോകത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു ദിവസത്തെ വാർത്തയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു വാല്യൂസും ഇല്ലാതെ ഒരു മെറിറ്റും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് ഇപ്പം ഞാനും എല്ലാം ഇപ്പം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളൊന്നും അല്ല. പക്ഷെ ഞാനും ഇങ്ങനെ ഒരു സ്ട്രഗിളിൽ തന്നെയാണ്. ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ എനിക്കും ഒരു വർക്കിംഗ് വുമണാണ്. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കൊണ്ടെത്തിക്കാൻ പറ്റില്ലെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങനെ ഒരു സ്ട്രഗിളിൽ തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഉള്ള വിഷമതകൾ അതൊക്കെ കമൻസിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ നമുക്കൊരു ഗുഡ് മെസ്സേജ് ആണെങ്കിൽ അത് പലർക്കും പ്രയോജനപ്പെടുമല്ലോ. പാരൻറ്റിങ് എന്നുള്ളൊരു വിഷയം വല്ലാത്തൊരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഈ കുട്ടികളുടെ ഒരു ഡിമാൻഡ്, അവർ ചോദിക്കുന്ന ചില സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാലത്തോ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ലൈഫിലോ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളങ്ങനെയൊക്കെ ഉള്ള സത്യം പറഞ്ഞാൽ അത്രത്തോളം ഫ്രീഡമോ അത്രത്തോളം ഒരു ലക്ഷറി ഒന്നും നമ്മൾ അനുഭവിച്ചവരുണ്ടാകും കേട്ടോ. എൻ്റെ അവസ്ഥയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞിൽ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും വളയോ മാലയോ ഒക്കെ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു. കാരണം അതിൻ്റെ കല്ലോ മുത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയുമല്ലോ. അതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നമ്മൾ ഇട്ട് നടന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും വളരെ നല്ല ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമാണ് അവർക്ക് അതിലൊരു കൗതുകം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അവരെവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ ചോദിക്കുക, എന്താടാ നീ ഇത് എടുത്ത് വെക്കാൻ, ഇത് പിന്നെ യൂസ് ചെയ്യാമല്ലോ, അത് അങ്ങ് വെച്ചേക്ക്, അത്രയേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാം ഒരു വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം മാത്രമേ അവർക്കുള്ളൂ. ഒന്നിലൊരു പെർമനൻ്റ് ആയിട്ട് അവർക്കൊരു അട്രാക്ഷനോ താല്പര്യമോ തോന്നില്ല. ഇതേ സംഭവം തന്നെയാണ് റിലേഷൻഷിപ്പിലും ഉള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഡൈവേഴ്സൊക്കെ കൂടുതലാവാൻ കാര്യം ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടിയിട്ടുള്ള പല ബുക്സും വായിച്ച് നോക്കുമ്പോൾ പലതും നമുക്ക് വായിക്കാനും കേൾക്കാനും സുഖമാണ്. ഇപ്പം ഞാൻ പറയുന്നത് പ്രസംഗിക്കാൻ എനിക്കും എളുപ്പമാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ, ടീനേജൊക്കെ ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടത്. അതെന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി അത് അങ്ങനെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഓരോന്നും ചെയ്യാൻ. അപ്പം നമ്മൾ ചില ശീലങ്ങളൊക്കെ നമുക്ക് ചൊട്ടയിലെ അതിനെടുത്ത്